ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ 5 മാവോയിസ്റ്റുകളെ വധിച്ചു. ഏറ്റുമുട്ടലിനിടെ ഒരു സൈനികന് വീരമൃത്യു. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, വിവരങ്ങൾ. തന്നെ അല്പസമയം മുമ്പാണ് ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകളെ വധിച്ചതായി ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. ഒരു ജവാന് കൂടി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ജവാനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച് മതിയായ ചികിത്സ നൽകി എന്നതാണ് സുരക്ഷാ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. വനപ്രദേശമായ ഗംഗലൂരിൽ നടന്ന തിരച്ചിലിനിടെയാണ് മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. പിന്നീട് തിരിച്ചടിച്ച സുരക്ഷാ സേന 5 മാവോയിസ്റ്റുകളെ വധിക്കുകയായിരുന്നു. എന്തായാലും പ്രദേശത്ത് സുരക്ഷാ സേനയുടെ ശക്തമായ പരിശോധന തുടരുകയാണ്. നമുക്കറിയാം 2026 മാർച്ചോട് കൂടി തന്നെ രാജ്യത്തെ മാവോയിസ്റ്റ് മുക്തമാക്കുന്ന പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് വേട്ട പുരോഗമിക്കുകയാണ്. ഇന്ന് സമാനമായ രീതിയിൽ ഓപ്പറേഷനിലാണ് 5 മാവോയിസ്റ്റുകളെ വധിച്ചിരിക്കുന്നത്. ഇതോടെ ഈ വർഷം ഛത്തീസ്ഗഡിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ എണ്ണം 268 ആയിട്ടുണ്ട്. ശരി അരവിന്ദ്.